ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എന്താ പറയുന്നത്, ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ഞാൻ പീരുമേട് വരെ ഒന്ന് പോകണം കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പം ചെയ്തില്ലെങ്കിലേ പിന്നെ നമുക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പീരുമേട് വരെ അത്യാവശ്യമായിട്ട് പോവാണ് കേട്ടോ. എന്താ പറയുക, കണ്ണ് കടിക്കുന്നത് ഇനിയുണ്ടല്ലോ. ഈ മഞ്ഞായപ്പോഴത്തേനും കണ്ണിനും തൊണ്ടയ്ക്കുമൊക്കെ ചെറിയൊരു ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ. അതെന്നാന്ന് വെച്ചാൽ ഈസ്നോഫിലിയുടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഹോമിയോമരുന്ന് കുറച്ചാൾ മേടിച്ച് കഴിച്ചു. അത് ഇപ്പോൾ പിന്നെ അങ്ങ് നിർത്തി. അപ്പോൾ അങ്ങനെ നല്ല വെയിലായി, സമയം 9:15. അപ്പം മറ്റേ നമ്മുടെ പൊന്നുമോള് വന്ന ഗ്ലൗസൊക്കെ കയറ്റി ഇടണം. ഭയങ്കര വെയിലായി കേട്ടോ. ഞാനൊരു 8:30 ആകുമ്പോൾ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്ക് പിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. അപ്പം ഞാൻ എന്നാ പറയുന്നത്, ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോൾ കമൻസൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നാണെന്ന്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കാറും പഠിക്കാനായിട്ട് പറ്റി കേട്ടോ. ഒത്തിരി സന്തോഷം ദൈവമേ, ഒത്തിരി സന്തോഷം. പിന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾ അപ്പപ്പോൾ ചെയ്യേണ്ട കാര്യം അപ്പപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പീരുമേട് യാത്ര. അപ്പം ഞാൻ ഡിയോക്കുട്ടനെ എടുത്തിട്ട് പീരുമേടിന് 2-3 പ്രാവശ്യം ഇപ്പോൾ കൊണ്ടുപോയി കേട്ടോ. കുട്ടിക്കാനത്തിന് കൊണ്ടുപോയി, ഏലപ്പാറയ്ക്ക് കൊണ്ടുപോയി. അപ്പം ഇനി അടുത്ത ഒരു സ്ഥലത്തോട്ട് കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. അത് വരും ദിവസങ്ങളിലൊക്കെ ആവട്ടെ അല്ലേ. അപ്പം എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വരാം. പോയിട്ട് വന്നിട്ട് ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ എന്നാ ഇന്നത്തെ കുറേ നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും. എന്തായാലും ആരും വീഡിയോ മിസ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഡിയോക്കുട്ടനെ അവിടെ ഇറക്കി വെച്ച് തന്നത് അളിയനാണ് കേട്ടോ. ഇവിടെ മണ്ണിനകത്തിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും കാലിലെല്ലാം പൊടിയാവും. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് എന്നാൽ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങി ചെന്നപ്പോൾ അളിയൻ താഴെ ഉണ്ടായിരുന്നു. പിന്നെ അളിയൻ എടുത്തു തന്നു. ആരും കൂട്ടനൊക്കെ അവിടെ തിന്നാൻ നിൽപ്പുണ്ട്. അപ്പം ഇലക്ഷൻ്റെ ചൂടിലാണ് എല്ലാവരും അല്ലേ. എന്താ പറയുന്നത്, എല്ലാവരും നമുക്ക് വിലയേറിയ ഒരു വോട്ടെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മൗലിക അവകാശമാണ് അല്ലേ. അപ്പം എല്ലാവരും പോയി അവരവരുടെ മനസ്സാക്ഷിക്ക് യുക്തമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക അല്ലേ. പീരുമേടൊക്കെ പോയിട്ട് തിരിച്ച് വേണ്ട നമ്മുടെ കുട്ടിക്കാനം കഴിഞ്ഞു കേട്ടോ. അത്ഭുത കുരിശിൻ്റെയൊക്കെ അവിടെ ഒരു കൊച്ചു പാലമൊക്കെ ഉണ്ട്. അവിടെ കഴിഞ്ഞു. അവിടെ കഴിഞ്ഞ് കുറേ നേരം കൊണ്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ബസ്സൊക്കെ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ടോ നല്ല കാണാനായിട്ട്. ആ ചേട്ടനെന്നല്ല ഒരു സ്റ്റൈലിന് 2 ബെല്ലടിക്കാൻ കൊണ്ട് ഓണടിക്കാൻ കൊണ്ട് ഇരിച്ചിട്ടുണ്ട്. ബെല്ലടിക്കാൻ നയിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇവിടെ ഒരു അപ്പച്ചൻ്റെ കട കണ്ടു. ആ അപ്പച്ചൻ്റെ കടയിൽ നിന്ന് ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. വണ്ടി വരുന്നുണ്ട്, വണ്ടി പോട്ടെ, എന്നിട്ട് നമുക്ക് പോയി കുടിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ കരിക്ക് വെട്ടാനായിട്ട് ചേട്ടൻ്റെ വീട് അതാണ് കേട്ടോ. ചേട്ടൻ കരിക്ക് വെട്ടുന്ന വാക്കത്തി അവിടെ കൊണ്ടിട്ടേക്ക് കാണുന്നത്. അപ്പോൾ പിള്ളേരോട് വിളിച്ച് പറഞ്ഞു കേട്ടോ, കത്തി എടുത്തുകൊണ്ട് വരാൻ. ഈ ചേട്ടൻ ഇവിടെ 10-60 വർഷമായിട്ട് താമസിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ചെടിയൊക്കെ കണ്ടു നട്ട് വെച്ചേക്കുന്നത്. ഇടയ്ക്ക് പച്ചക്കറിയുണ്ട്, തക്കാളിയൊക്കെ നിൽപ്പുണ്ട്. റോഡ് സൈഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യം ഉണ്ടല്ലേ, വഴി സൈഡായതുകൊണ്ട്. അത്യാവശ്യം കച്ചവടം ഉണ്ടോ? കച്ചവടം ഇല്ല. പിന്നെ ആ പള്ളിക്കല്ലേ ഇത് തിരക്കൊക്കെ ആവുകയാണെങ്കിൽ വല്ല കച്ചവടം കിട്ടും ഇല്ലേ? ഉള്ളല്ലേ. ശരി. പകല് മൊത്തം കുത്തിയിരിക്കുന്നതിനുള്ള അത്രയും കിട്ടിയല്ലേ? അല്ല, പകല് ഫുൾ ഇതിനകത്ത് ചിലവാകുന്നതിനുള്ളത് കിട്ടിയല്ലേന്ന്? അതിനെ പറ്റി അവരെ വളർത്തുന്നത് വല്യപ്പൻ്റെ പരിപാടിയാണോ? ഈ കട മാത്രമേ ഉള്ളൂ, വേറെ ഒരു വരുമാനമൊന്നുമില്ല നമുക്ക്. ആണോ? ഉണ്ട് ദൈവമേ. ഓരോരുത്തർക്ക് ഓരോ രീതിയിലല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടേ, ഡ്രൈവിങ്ങിൻ്റെ ഇതിൻ്റെ വണ്ടി വരുന്നുണ്ടോ? ഈ വണ്ടിയൊക്കെ നമ്മുടെ അവിടുത്തെ ഗ്രൗണ്ടിൽ കേട്ടോ. അയ്യോ, ഇന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. സാറ് വേണ്ട ഓടിപ്പിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ. ടെസ്റ്റിൻ്റെ ഇതാണ്. ദൈവമേ മതി. അയ്യോ, പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഇത് കേട്ടോ. ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾക്കും. എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പം നല്ല സൂപ്പർ കരിക്കൊക്കെ വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കരിക്കൊന്ന് മുറിച്ചുകൊണ്ട് വെട്ടിത്തരാൻ പറഞ്ഞു കേട്ടോ. അപ്പം ചേട്ടൻ വെട്ടി തന്നിട്ടുണ്ട്. പക്ഷേ വലിയ കത്തിയായതുകൊണ്ട് അത് വെച്ചിങ്ങനെ കൊത്തിത്തരാൻ പറ്റത്തില്ല, പൂളിത്തരാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സ്പൂണൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ പൂളി തിന്നാൻ പോവാം കേട്ടോ. സ്പൂണും കൊണ്ട് കഴിക്കട്ടെ. അപ്പം ഈ കരിക്ക് പൂളി മടിയിൽ വെച്ചു കഴിക്കുക കേട്ടോ. നല്ല സൂപ്പർ. അയ്യോ, എൻ്റെ മൊത്തം നോക്കി. ഈ ഹെൽമെറ്റ് വെക്കുന്നതാണ് കേട്ടോ ഇത് കൂട്ടിയിടുന്നത്. സിന്ദൂരം തൊടുന്നത് മൊത്തം പടന്നു പോകും. കയ്യെന്ന ഗ്ലൗസ് ഊരി, ഒരു കയ്യെ ഗ്ലൗസ് കിടപ്പുണ്ട്, ഒരു കയ്യെ ഊരി എന്നിട്ട് കരിക്ക് കഴിക്കുക. വെള്ളം കുടിക്കുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം ഈ കരിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനാണ് മെയിനായിട്ടും കരിക്ക് മേടിക്കുന്നത്. പിന്നെ കരിക്കാണെങ്കിൽ ഈ വെയിലത്ത് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒത്തിരി ക്ഷീണം ഇല്ലാണ്ടങ്ങ്
ചെല്ലാൻ പറ്റും. ഒരു 10-65 വയസ്സുള്ള ഒരു അച്ഛൻ്റെ കടയാണ് കേട്ടോ. പറഞ്ഞു കേട്ടോ, മകൾ മരിച്ചുപോയി, മകളുടെ 2 കുഞ്ഞുങ്ങളുണ്ട്, സംരക്ഷിക്കണം. പിന്നെ മോനും ഭാര്യയും മക്കളും ഉണ്ട്. ഈ ഒരു കുഞ്ഞു കടയും കൊണ്ടൊക്കെ അങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോവാണ്. ഓരോരുത്തർക്കും ഉണ്ട് ഓരോ കഥകൾ പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എന്ന്. അപ്പോൾ എന്നെ ചേട്ടായി വിളിക്കുന്നുണ്ട്. അതെ, ഭയങ്കര കാറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് സൗണ്ട് എത്ര കണ്ട് ഇതാവുമെന്ന് അറിയത്തില്ല. എനിക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടോ, അത്രയും നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, എൻ്റെ ദൈവമേ, ഞാനെപ്പോഴും മാതാവിനോട് ഈ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ നീ മടിയിൽ കിടക്കുന്നുണ്ട്, എന്നെയും മടിയിൽ വെക്കണേ ഇട്ടണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. ഇത്ര ഭംഗിയാണെന്ന് നോക്കിയാലും ഒത്തിരി നാളെടുത്താണ് കേട്ടോ ഈ പള്ളിപ്പാട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റ്. സൗണ്ടായിരിക്കും ഭയങ്കര. അത് തന്നെ ഏത് വെയിലും ഭംഗിയില്ലേ. പോകുന്ന വഴിക്കുമ്പോൾ കുറച്ച് കുഞ്ഞു കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഭയങ്കര വെയിലാട്ടോ, അതുകൊണ്ട് വലിയ വണ്ടി തിരക്കും കാര്യങ്ങളും ഇല്ല റോഡിൽ. കേട്ടോ, അപ്പോൾ നമുക്ക് പോയേക്കാം അല്ലേ. ഈ വഴിയൊക്കെയാണ് ഞാൻ ഡ്രൈവിങ് പഠിച്ചത് കേട്ടോ. കൈയൊക്കെ പൊക്കി കാണിച്ചിട്ട് പോകുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടിട്ട്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഉപ്പറക്കാരായിരിക്കും കേട്ടോ, നമുക്ക് അറിയത്തില്ല. എന്തായാലും പോയേക്കാം അല്ലേ. റേഡിയോ കുട്ടനെ അവിടെ പാർക്ക് ചെയ്തു. ഭയങ്കര വെയിലാണ് കേട്ടോ. പോയേക്കാം. ഇതാണ് ചെപ്പാത്തി സിറ്റി കേട്ടോ. ഞാൻ ഈ ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. നല്ല രസമുണ്ട്. വേണ്ട ഇത് കണ്ടോ, വാഗ പൂത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ എനിക്കുണ്ടല്ലോ ഈ ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ടുണ്ടല്ലോ സ്ക്രീൻ വലുതാകുന്നില്ല. അപ്പോൾ പിന്നെ വേണ്ട മലയുടെയൊക്കെ മണ്ടയ്ക്ക് പള്ളി കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ പള്ളിയുടെ താഴെ കൂടെ പോകുന്നത് കേട്ടോ. ഇത് ചെപ്പാത്തിൻ്റെ ഇപ്രവേശമാണ് കേട്ടോ. ചെപ്പാത്തി പാലത്തിൻ്റെയൊക്കെ ഇക്കരെ നമുക്ക് വേണ്ട ഇതിലേ പോയാൽ നമ്മുടെ വീട്ടിൽ ചെല്ലാൻ ഫസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് തന്നെയുള്ള ഒറ്റ വഴിയാണിത് കേട്ടോ. പക്ഷേ ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ചട കട്ടറ. അതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അല്ലേ നമുക്ക് അതിലൊന്ന് പോയി നോക്കാമായിരുന്നു. പക്ഷേ കട്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വേണ്ട ഇവിടെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചോട്ടെ. തേയിലക്കാടാണ് നല്ല ഉണ്ടോ, നല്ല ഭംഗിയില്ലേ. ഓ, ഭയങ്കര വെയിലാണ് കേട്ടോ, പൊരിഞ്ഞ വെയിലാണ്. KSRTC ഒക്കെ വരുന്നുണ്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചേട്ടാനെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. ചേട്ടൻ്റെ കടയിൽ കൂടെ ചെല്ലേണ്ട കാര്യമുണ്ടോയെന്നറിയാൻ. ഇരുമേടൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ഇവിടുന്ന് 9:30 ആയപ്പോൾ പോയി. 10:45 ഞാൻ സ്ഥലത്ത് ചെന്നു. ഞാൻ പതിയാണ് പോകുന്നത് കേട്ടോ, ഒത്തിരി ഓവർ സ്പീഡിന് പോകുന്നില്ല. പിന്നെ ചപ്പാത്ത് വരെ വഴി ഇച്ചിരി മോശമാണല്ലോ. പതിയെ പോകുന്നത്. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും സമയം നോക്കിയില്ല. 2-3 ഇടത്ത് നിർത്തി ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഒരു അപ്പച്ചൻ്റെ കടയിൽ കയറി കേട്ടോ. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കൂളായിട്ട് വിടണമെന്ന് പറയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി കൂളായിട്ടുള്ള തണുപ്പ് ജ്യൂസ് കുടിക്കട്ടോ കേട്ടോ. ഞാൻ അടിച്ച് സ്റ്റോക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഈ ചൂടത്ത് നമ്മൾ പീസാക്കി കഴിക്കുന്നതിനും ഒരു സുഖം കിട്ടും. നല്ല തണുപ്പുണ്ട് കേട്ടോ. കാര്യം എനിക്ക് ഇച്ചിരി ചീരനും തുമ്മലും ഒക്കെ വരുമെന്ന് പറഞ്ഞാലും തണുത്ത സാധനം ഞാൻ അങ്ങനെ ഉപയോഗിക്കാതെ ഞാൻ. പക്ഷെ അത്രമാത്രം ചൂടായി ഈ പ്രാവശ്യം കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഓരോ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കുടിക്കും ഇപ്പം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, സോറി, ഒരപ്പച്ചൻ്റെ ഇടയ്ക്ക് കരിക്ക് കുടിച്ചെന്ന് ഞാൻ എൻ്റെ പൊന്നെ ഞാനൊരു 1/2 മണിക്കൂറിന് മുകളിൽ അവിടെ വെയിറ്റ് ചെയ്തു ഒരു കരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എന്നാണെന്നറിയോ, ഒരപ്പച്ചനാണേ നടത്തുന്നത്. 10-65 വയസ്സുണ്ടോ, ഒരു സാധു മനുഷ്യൻ കേട്ടോ. എന്നിട്ട് പുള്ളിയുടെ 2 പെമ്മക്കളും ഒരു മകനുമാണ്. 1/2 മണിക്കൂർ എഴുതുമ്പോഴത്തേനും ആളെന്നോട് ഇങ്ങനെ എല്ലാം പറയുമായിരുന്നു കേട്ടോ. അത് പറയിപ്പിക്കുന്ന കാരണന്മാരെ കൊണ്ടേ വിഷമം അറിയാണ്ട് പറഞ്ഞു പോകും നമ്മൾ. പക്ഷെ അതൊക്കെ പിന്നെ ലാസ്റ്റ് വരുമ്പം മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അത് വലിയ കുറ്റം ഇതൊക്കെ ആയിട്ട് തോന്നും. ആ മനുഷ്യൻ ഈ 65 വയസ്സിലും കഷ്ടപ്പെടുവാണ് ആ മക്കൾക്ക് വേണ്ടിയിട്ട്. 3 മക്കളെ, 2 പെമ്മക്കളും ഒരു മോനും ഭാര്യയും. പിന്നെ അവിടെ തന്നെ താമസമുണ്ട്, അപ്പുറത്ത് താമസമുണ്ട്. ഒരു മകളെ കെട്ടിച്ചു വിട്ട് 2 പെൺകുഞ്ഞുങ്ങളുണ്ടായി. മൂത്ത കൊച്ച് 3-4 വയസ്സുള്ളപ്പോൾ അടുത്ത കൊച്ചുണ്ടായി 9ാമത്തെ ദിവസം ആ പെൺകൊച്ച് മരിച്ചു പോയെന്ന്. മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നാണ്. ഏത്തയ്ക്കാപ്പഴം ഒക്കെ കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടന്ന. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചിട്ട് അനക്കമില്ല. അങ്ങനെ തന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ആശുപത്രി ചെന്നപ്പോഴത്തേനും മരിച്ചു എന്ന്. ഒന്ന് ഓർത്ത് നോക്കിയേ. എന്നിട്ട് ആ 9 ദിവസം പ്രായമായ കുഞ്ഞിനെ ഇപ്പോൾ 17 വയസ്സായി കേട്ടോ. ആ കൊച്ചു ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ
എൻ്റെ പോലെ എനിക്ക് അത്ഭുതം തോന്നി. അന്ന് മുതൽ ആ കാർന്നൂരും നോക്കുവാന്ന്. എന്നിട്ട് ഇന്നിപ്പോൾ കരിക്ക് ഞാനിടാനായിട്ട് നോക്കിയപ്പോൾ ഇത് കഥ പറയാൻ കാര്യം ഇടാതറിയാം. കരിക്ക് വെച്ചിട്ട് വെട്ടാൻ നോക്കിയപ്പോൾ വാക്കത്തിയില്ല. അപ്പം ഈ ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, മക്കളെ വാക്കത്തി ഇടുന്നു വാക്കത്തില്ലെന്ന്. ഇവിടെ വാക്കത്തിയില്ലെന്ന് പറഞ്ഞാൽ അവരെ ചേട്ടൻ കടയിൽ കിടന്ന് തപ്പിച്ച് എനിക്ക് ചെന്നും പോയി നമ്മൾ മോശമല്ലേ. അത് ഈ അപ്പച്ചൻ്റെ കഥയും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു, അപ്പച്ചൻ എനിക്കെന്നാൽ ഒരു കാര്യം ചെയ്യാം, കത്തി കണ്ടില്ലല്ലോ, സാരമില്ല, എനിക്കിങ്ങനെ ഇത് തന്നേക്കാൻ പറഞ്ഞു കേട്ടോ. അത് അതിന് എത്രയാണെന്ന് ചോദിച്ചു, 20 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ 20 രൂപയ്ക്ക് വരെ ഞാനൊരു 500 രൂപ എടുത്ത് കൊടുത്തു. അപ്പം പറഞ്ഞു, മോനെ 500 രൂപയ്ക്ക് ചില്ലറ ഇരുന്ന് വേണം. ഞാൻ പറഞ്ഞു, ചില്ലറ വേണ്ട, അത് അപ്പച്ചൻ വെച്ചോടാൻ പറഞ്ഞു. അച്ഛൻ വെച്ചോടാൻ പറഞ്ഞു. അയ്യോ വേണ്ട മക്കളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛൻ്റെ കഥകൾ കേട്ടപ്പോൾ തന്നെ എനിക്കിതായി. എൻ്റെ അച്ഛൻ മരിച്ചു പോയതാ. എനിക്ക് എൻ്റെ അച്ഛനെ പോലൊക്കെ ഫീൽ ചെയ്തു. ഞങ്ങളെ കാരണവന്മാരായ അങ്ങനെയാ, സാരമില്ല കുഴപ്പമില്ല വെച്ചോളാൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്ന് അറിഞ്ഞില്ല. ആളുടെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് പറയാം, മോളെ പകൽ മൊത്തം ഇവിടെ ഇരിക്കുന്ന ഈ ചൂട് പഠിച്ച് ഏതേലും ചില വണ്ടിയെങ്ങാനും കയറി ഒന്നും നിർത്തിയാലായി ചില ദിവസം ഒന്നും കിട്ടാത്ത ദിവസങ്ങളും ഉണ്ട്. നാരങ്ങാ വെള്ളവും ചായയും പിന്നെ എന്നാ പറഞ്ഞ ഇങ്ങനത്തെ ചെറിയ ഐറ്റംസ് സാധനങ്ങളെല്ലാം ഉണ്ട്. തണ്ണിമത്തൻ ജ്യൂസ് ഇല്ലെന്ന് തോന്നുന്നു. നാരങ്ങ വെള്ളം ഉണ്ട്. ഒരു 2 ചെറുക്കമ്പിള്ളേർ വന്ന് ഞാൻ നിന്ന സമയത്ത് സോഡ നാരങ്ങ വെള്ളം പിടിച്ച് കുടിച്ചായിരുന്നു. പിന്നെ സിഗരറ്റോ വീഡിയോ അങ്ങനെയുള്ള മിഠായി ഐറ്റംസൊക്കെ. ഒരു കൊച്ച് മരിച്ചുപോയ പെണ്ണിൻ്റെ 2 മക്കളിൽ ഒരെണ്ണം നേഴ്സിങ് പഠിച്ചു, ഒന്ന് നേഴ്സിങ് പഠിപ്പിച്ചു. ഇനിയിപ്പോൾ എന്തോ 1 വർഷത്തെ എന്തോ സംഭവങ്ങളുണ്ട്, പ്രാക്ടീസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ അതിന് വല്ല ജോലി ആകുമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. അപ്പനും മരിച്ചുപോയി. ഈ കുഞ്ഞുങ്ങളെ അപ്പനും ആ പെണ്ണ് മരിച്ചു 2-3 വർഷം കഴിയുമ്പോൾ അപ്പനും മരിച്ചു പോയി. അതുകൊണ്ട് അപ്പനും ഇല്ല. അപ്പന് അതിന് മുമ്പേ കൊച്ചുങ്ങൾക്ക് എല്ലാവരും കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവരുടെ അപ്പം വീട്ടുകാരും നോക്കത്തും പറക്കത്തൊന്നും ഇല്ലെന്ന്. എന്നിട്ട് ഒരു കൊച്ച് ഏലപ്പാറ +2 പഠിക്കുന്നത്. ഇപ്പം ഞാൻ സംസാരിച്ച കൊച്ച്, അതിന് 40 രൂപ വേണം ഡെയിലി. പിന്നെ മകളുടെ ഒരു മോനുണ്ട്, അവന് 100 രൂപ വേണം ഡെയിലി. എല്ലാം ഇതിൽ നിന്നൊക്കെ ഒപ്പിക്കണം മക്കളെ. എന്നിട്ട് കണ്ടോ ആ വാക്കത്തി ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവരുടെ ഉത്സാഹം കണ്ടോ. ചില നേരം ദേഷ്യം വരിക. മൂത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന നേഴ്സിങ് എങ്ങാണ്ട് കഴിഞ്ഞ കൊച്ച് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുക. ഈ ഫോണാണ് ഏറ്റവും വലിയ ആപത്ത്. എന്നാ ചെയ്യണം, നമ്മൾ വല്യപ്പന പറഞ്ഞു കഴിയുമ്പോൾ നമ്മളോട് ദേഷ്യമാവും. എൻ്റെ ഭാര്യയാണെങ്കിൽ അവിടെ എങ്ങാണ്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോവുക. പിന്നെ അവൾ വന്ന് കഞ്ഞിയും കറിയും എല്ലാം വെച്ച് കഴിയുമ്പോൾ എടുത്ത് കഴിക്കും. നമുക്ക് എന്തേലും പറയാൻ പറ്റുമോ, അപ്പനും അമ്മയും ഇല്ലോ എന്നത് നമ്മൾ പുന്നാരിച്ച് നോക്കുന്നതാണ്. എന്നൊക്കെ പറഞ്ഞാൽ സങ്കടമാണോ സന്തോഷമാണോ, അയ്യോ ഇത്ര സമയം ഞാൻ മാത്രം എൻ്റെ ഒരു പരിചയം ഇല്ലല്ലോ. 500 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന് 20 രൂപ എന്ന് പറഞ്ഞു കേട്ടോ. 5 രൂപ പറഞ്ഞതിന് 4 രൂപ അല്ല 4 മേടിച്ചു. അപ്പോൾ 20 രൂപ. എന്നിട്ട് പിന്നെ ആ പൈസ ഞാൻ തിരിച്ചു മേടിക്കാഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഒരു സാധനമില്ല, കുഴപ്പമില്ല, കരിക്ക് വേണ്ട പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേനും ആ ചെറുക്കൻ കൊച്ച് പിടിയില്ലാത്ത ഒരു വാക്കത്തെടുത്തു വന്നു. അത് കഴിഞ്ഞിട്ട് വെട്ടാനായിട്ട് നോക്കിയപ്പോൾ പുള്ളിയുടെ കൈക്ക് ഇവിടെയൊക്കെ എന്തോ സർജറി ചെയ്തേക്കുന്ന, പുള്ളിക്ക് വെട്ടാൻ മേല. ലാസ്റ്റ് എങ്ങനെയോ വെട്ടി തന്നു കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ കാണുന്നില്ല ഈ കൈയുടേത്. ഇനി ഞാൻ കരിക്കും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന് ആ തേങ്ങായും കൂടെ പൂളി കഴിക്കാൻ മോളെ ഇത് തന്നെ പൂളി എടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി സ്പൂണ് തരാൻ പറഞ്ഞു. സാധാരണ വെട്ടി അവർ പൂളി തരുമല്ലോ. അതെൻ്റെ കൈക്ക് വയ്യാത്തതാണ്, കൈ കാണിച്ചു. ഇടയ്ക്ക് ചേട്ടായി വിളിച്ച കേട്ടോ. ചേട്ടായി ഞാൻ വണ്ടിയെ ഓടിക്കുമ്പോൾ എനിക്ക് കോൾ എടുക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ നിർത്തുന്നിടത്തൊക്കെ ഞാൻ ഇന്നടത്തെത്തി എന്ന് പറയും. പക്ഷേ ആൾക്ക് ഇതുണ്ട്, പിന്നെ അങ്ങനെ മേടിക്കാനൊന്നും ഇല്ല. നമ്മൾ നമ്മുടെ സൈഡ് നോക്കി പോവാം. പിന്നെ നമ്മുടെയൊക്കെ ദൈവം വിധിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോന്ന്. വരാനാണെങ്കിൽ എവിടെ ഏതൊക്കെ കൊട്ടാരത്തി മാളികയിൽ കയറി ഓടിച്ചിരുന്നാലും നമുക്ക് വരാനുള്ളത് വന്നിരിക്കും. അത് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ സമയത്തും അല്ലേ. അത് നമ്മുടെ കർഷക സമയത്ത് നമുക്ക് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും വയ്യായികളും ഒക്കെ വരും. ആക്സിഡൻറ്റും ഒക്കെ വരും. അതൊക്കെ സ്വാഭാവിക. ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു വന്നോടി എത്തിയോ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പീരുമേടിൻ്റെ ഇപ്പോഴത്തെ കുട്ടിക്കാരത്തിൻ്റെ ഇപ്പോഴത്തെ എന്തോ ഇലക്ഷൻ്റെ ഭയങ്കര പരിപാടിയായിരുന്നു. വഴി നിറച്ച് വണ്ടിയായിരുന്നു കേട്ടോ. വണ്ടി എന്തായാലും ആ തിരക്കിനിടയിൽ കൂടെ ഒക്കെ കൊണ്ടുവന്നു. ഞാൻ പോയത് ഗ്യാസിൻ്റെ ബുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു കാര്യം. അപ്പം ആ ഒരു കാര്യം നടന്നില്ല, ബാക്കി കാര്യമൊക്കെ നടന്നു. അവിടെ ബുക്കിൻ്റെ ഇതിന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനാണ്. അപ്പോൾ അതിന് ചെന്നപ്പം അവിടെ സൈറ്റില്ല. ഇനി ഇപ്പം എന്നാ ചെയ്യാനാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് അത് നടന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയി നടന്നു. തിരിച്ച് വീട്ടിൽ എത്തി കേട്ടോ. അതിനിടയ്ക്ക് ഉഷേച്ചി മാളൂട്ടിയും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉഷേച്ചി പറഞ്ഞു കുട്ടിക്കാൻ തന്നെ ഇതിലെ വാടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉഷേജിക്ക് ഒരു മുട്ടൻ പണി പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും സർപ്രൈസായിട്ട് ചെല്ലാന്ന് കരുതിക്കൊണ്ട് ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ചേച്ചി ഇന്നിനി ഭയങ്കര വെയിലായില്ലേ, തിരിച്ചു വരുമ്പോഴത്തേനും പാടാവും, ഇടയ്ക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ.
അപ്പം ഞാൻ പറയാറ് നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ വിഷമവും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ്. പക്ഷെ ഒന്നുമല്ല, ലോകത്തെ ഓരോ കുടിൽ തൊട്ട് കൊട്ടാരം വരെ സങ്കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട്. കുറേ സമ്പത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും സന്തോഷവും സമാധാനവും ഉണ്ടെന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. പക്ഷെ എല്ലായിടത്തും ഉണ്ട്. ഇത് സമ്പത്തില്ലാത്തവർക്ക് കൂടുതൽ സങ്കടങ്ങളും വിഷമങ്ങളും ദാരിദ്ര്യവും വിഷമവും ദുരിതവും ഒക്കെ കൂടെ ഇച്ചിരി കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പാവം തോന്നി കേട്ടോ അപ്പച്ചനെ. എന്നിട്ട് ഞാൻ പോരാൻ നേരത്തെ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഇനി വരുമോ? ഞാൻ പറഞ്ഞു ഇനി ഈ വഴി ടച്ച് ചെയ്ത് ഞാൻ എവിടെ പോയാലും ഈ കടയിൽ വന്നിട്ട് പോകത്തുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരി അപ്പച്ചൻ്റെ കടയിൽ കയറണം. നല്ലൊരു മേശം കേട്ടോ. അത് തന്നെയല്ല മക്കളെ വളർത്താനായിട്ടേ പാട് കുഞ്ഞു വന്നിട്ട് മകളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇത്രയും വർഷമായി, 18 വർഷമായി, 17 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചിനെ. അന്നിട്ട് ഇപ്പോൾ പറയുമ്പോഴും ആ മനുഷ്യൻ്റെ കണ്ണ് നിറയും. അതാ അപ്പനും അമ്മയും. ചിലർക്കൊക്കെ പറഞ്ഞാൽ എത്ര കണ്ട് പറഞ്ഞാലും മനസ്സിലാകത്തില്ല അല്ലേ? കാരണവന്മാരുടെ കാര്യങ്ങൾ എത്ര കണ്ട് പറഞ്ഞാലും എത്രയും ദ്രോഹിക്കാവോ കുത്താവോ അത് ചെയ്തുകൊണ്ടിരിക്കും. അല്ല, എല്ലാത്തിനും സമയം വരും. മനസ്സിലാകുന്ന ഒരു കാലം ഉറപ്പായിട്ടും വരും. ഈ ഭൂമിയിലാന്നേ സ്വർഗവും നരകവും ഒക്കെ. എന്നിട്ട് ആ ചേട്ടൻ്റെ കണ്ണ് പറയാം. എന്നിട്ട് പറയാം എൻ്റെ കുഞ്ഞ് നല്ല വിദ്യാഭ്യാസമായിരുന്നു. ആര് വന്നാലും ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്, ഹിന്ദിയാണ് ഹിന്ദി, മലയാളമാണ് മലയാളം, തമിഴ്ക്കാരാണ് ഒരു കേട്ടോ. ഇതെല്ലാം 3 ഭാഷയും സംസാരിക്കുമായിരുന്നു. എന്നെ ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം കൊണ്ടുപോയെന്ന്. ഞാൻ പറഞ്ഞു നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. അപ്പോൾ എല്ലാവരും അവർക്ക് സുഖം, അവർക്ക് സന്തോഷമാണെന്ന് ഒന്നുമല്ല. എല്ലാം എടുത്തുകൊണ്ട് വിഷമങ്ങളും സങ്കടങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുക ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്കുമ്പോൾ ഞാനുണ്ടല്ലോ അങ്ങോട്ട് ഈ നമ്മുടെ സ്കൂട്ടിയായിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെയോ ദേവിയുടെയോ മാതാവിൻ്റെയോ ഒക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. സത്യമായിട്ട് പോകുന്നൊരു വഴിയെ നോക്കുന്നവർ ചിലപ്പം ഈ സ്ത്രീയുടെ പാട്ട് പാടിക്കൊണ്ട് പോകുന്നത്. ഞാൻ ചുണ്ടറിഞ്ഞ് പാട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും പറക്കൊണ്ടുമായിരിക്കും ഞാൻ പോകുന്ന, മനസ്സിലാണേലും അല്ലാണ്ട് ചൊല്ലിക്കൊണ്ടാണേലും. അപ്പം ഞാൻ മനസ്സിൽ ഇന്ന് പക്ഷേ ഇപ്പം ആ അപ്പച്ചൻ്റെ അവിടെ കഴിഞ്ഞ് തിരിച്ചിങ്ങ് വന്നപ്പോൾ കുറേ സമയം എനിക്ക് ആ അപ്പച്ചൻ്റെ വീട്ടിലത്തെ ആ ഒരു ഇതായിരുന്നു. ദൈവമേ ആ മകൾ മരിച്ചു പോലത്തെ അവസ്ഥയെ 9 ദിവസമായ കുഞ്ഞിനെ വളർത്താൻ വല്ല പാടുണ്ടോ? എന്നിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ 66 വയസ്സായെന്ന് ഇപ്പോഴും കഷ്ടപ്പെടുക ഒന്ന് ഓർത്തേ. പക്ഷെ കഷ്ടപ്പെടാൻ മനസ്സും സഹിക്കാൻ ഈ ശക്തിയും സഹനശക്തിയും ഒക്കെ ഉള്ളവർക്ക് ദൈവം ഇങ്ങനെ കൊടുക്കും. സത്യം അത് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അപ്പം എന്തായാലും എൻ്റെ ജ്യൂസ് തടുത്ത് ഞാൻ കുടിക്കട്ടെ. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് ശാലം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ വീഡിയോയുടെ കമൻസ് എല്ലാം നോക്കി ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. സത്യം പറയാമല്ലോ, നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ കൊണ്ടാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമാണല്ലോ സാധിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയാണ്, ദൈവം തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിച്ചെടുക്കാൻ പറ്റും. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും അതിന് വേണ്ടിയിട്ട് എന്നാ പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്താൽ മതി കേട്ടോ. എൻ്റെ ദൈവം എന്ന് കമൻറ്റ് എൻ്റെ തലയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് ഒത്തിരി സന്തോഷം തോന്നി കമൻസൊക്കെ കണ്ടപ്പോൾ കേട്ടോ. പിന്നെ എന്നാ പറയുന്നത് നമ്മുടെ ഇവിടെ ഗുരുമന്ദിരത്തിലെ ഉത്സവമാണ് കേട്ടോ. പക്ഷെ എനിക്ക് കൂടാൻ പറ്റത്തില്ല, എന്നാ പറയാനാ. അത് ഞാൻ പറഞ്ഞ അമ്പലത്തിൽ പോകണമെങ്കിൽ നമുക്ക് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം അമ്പലത്തിൽ പോകണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. പക്ഷെ എനിക്ക് ഗുരുമന്ദിരത്തിലെ ഉത്സവം കൂടാനായിട്ടുള്ള ഒരു ഭാഗ്യം ഇല്ല കേട്ടോ. അപ്പം എന്നാ ചെയ്യണം. അത് കഴിയുമ്പോൾ ഇനി ഉടനെ കൃഷ്ണൻ അമ്പലത്തിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം അവിടെ നികത്താം. അല്ലാതെ എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ ഉള്ളൂ, ഒന്നല്ലേ. നല്ല നല്ല പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. നോട്ടീസൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേനും പൊന്നമ്മാവനെ കണ്ടല്ലോ. എൻ്റെ പൊന്നമ്മാവൻ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരും ഇന്ദിരാമയുണ്ട്, തുളസി ചേച്ചിയുണ്ട്, എല്ലാവരും തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരാട്ടോ. ശീല ചേച്ചിയുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം, ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. എന്നാ ചെയ്യാനാ. പക്ഷേ എനിക്ക് ഇന്നാണ് ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടാബ്ലറ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഒരു ശരീരത്തിന് ഭയങ്കര ഒരു ഇതായിരുന്നു. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഉത്സവം കൂടാൻ പറ്റും. നീ സിന്ധു തന്നെ ഈ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചേക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഞാനുണ്ടല്ലോ ചോറ് വെച്ചില്ലെന്ന് സത്യം പറഞ്ഞാൽ ഉള്ള സത്യം. ഇത് ഭയങ്കര ചൂടാട്ടോ. അയ്യോ, ഇത് മുറിക്കാനും പറ്റുന്നില്ല കത്തി വെച്ച്. അപ്പം നമുക്കിങ്ങനെ കൈ വെച്ച് മുറിച്ചെടുക്കാം അല്ലേ. നല്ല ചൂടാട്ടോ ഇത്. പണ്ട് പച്ചറൊട്ടി മേടിച്ചുകൊണ്ട് വരും. ചാച്ചനാണേലും അമ്മയാണേലും ഉപ്പുകറക്കി കൊണ്ടുവരുമ്പം അന്നത്തെ ഒരു മെയിനായിട്ടുള്ള പലഹാരം റസ്ക്കും പച്ചറൊട്ടിയാണ് അല്ലേ. പക്ഷെ അന്നത്തെ ഒരു കുഞ്ഞു റസ്ക് ഉണ്ടായിരുന്നു, ബേബി റസ്ക് കേട്ടോ, ആയമോദമൊക്കെ ഉള്ളത്. ഇന്ന് എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോറ് വെച്ചില്ല. വൈകിട്ടത്തേന് ഈ ചേട്ടായി നല്ല കപ്പ കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ണൻ്റെയൊക്കെ അവിടെ പറമ്പിൽ തന്നെ പറിച്ച കപ്പ അടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അത് കൊടുത്തു വിടും കേട്ടോ. കണ്ണനവിടെ ഇവിടെ പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓരോ സാധനം എന്ത് സാധനങ്ങളും കൊടുത്തു വിടും. അതിപ്പോഴല്ല പണ്ട് പോലെ കട വിൽക്കാൻ തുടങ്ങിയപ്പോൾ പോലെ. അപ്പോൾ ഇന്നലെ കപ്പ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു
കപ്പയും പോത്തും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പോത്തിന് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ വിചാരിച്ചു കപ്പ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വത്തലമുളക് നന്നായിട്ട് ചുട്ടരയ്ക്കാമെന്ന് വിചാരിച്ചു. അത് ചേട്ടാക്ക് ഇഷ്ടമാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ചോറ് വെക്കാണ്ട് ഞാൻ പോയില്ലേ. തിരിച്ചു വന്ന് ഇത്ര നേരത്തിന് എനിക്ക് ശരിക്കും വിശക്കുന്നത്. നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ബോർമയുണ്ട് കേട്ടോ. ആ ബോർമേനെ വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം 4 വന്ന് കിട്ടും, 20 രൂപ കൊടുത്താൽ മതി. ഈ വലിയ ഓവർ പൈസയും ഇല്ല, വലിയ കുഴപ്പമില്ല. വന്നും ബ്രെഡും വലിയ പച്ചറൊട്ടിയൊന്നും വലിയ കുഴപ്പമില്ലല്ലോ. എന്നാൽ അത് വന്ന് മേടിക്കാമെന്ന് ഓർത്ത് ചെന്നപ്പോൾ വന്നായിട്ടില്ല. എന്നാൽ ബ്രെഡ് റൊട്ടി കൊണ്ട് കൊയ്സ് എന്ന് പറഞ്ഞ് തന്നു വിട്ടാ കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ, ഈ ശരിക്കും വിശക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ശ്രീകുട്ടൻ വന്നായിരുന്നേ. ഒരു സമയം പോയാ വന്നത്. എന്നിട്ട് അവൻ ഇവിടുന്ന് ആറ്റിൽ നിന്ന് വെള്ളം അവരുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ. തേച്ചുകൊണ്ടിരിക്കുകയല്ലേ, വെള്ളത്തിന് പൈസ കൊടുത്ത കേട്ടോ വെള്ളം എല്ലാം മേടിക്കുന്നുണ്ട്. എനിക്ക് പാവം തോന്നി സത്യം പറഞ്ഞാൽ. വെള്ളത്തിനും കൂടെ അവിടെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ദൈവം എന്തെങ്കിലും വഴി കാണിക്കുമായിരിക്കും. അവർക്ക് കുഴൽക്കിണറിനൊക്കെ സ്ഥാനം നോക്കിയത്, പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണമാണ്. അപ്പോൾ അതിന് വേണ്ടി അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു 4 തൂണുണ്ടാക്കി വെച്ചേരെ കോഴിക്കോട് പോകുമ്പോൾ ശരിയാക്കി തരാമെന്നൊക്കെ. ഇന്നലെ വന്ന് അതൊക്കെ ശരിയാക്കി സെറ്റാക്കി തന്നിട്ട് പോയി കേട്ടോ. എൻ്റെ ദൈവമേ മതി. നല്ല അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഒരു ഇതാണ്, ഉഷാറാണ് ചെയ്യാനായിട്ട്. മിണ്ടാപ്രാണികളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, കോഴിക്കോട് ഞാൻ കാണിച്ചു തരാവേ. അതൊക്കെ സെറ്റാക്കി ഇറക്കിയൊക്കെ വെച്ച് തന്നു. എന്നിട്ട് അവൻ പോയത് കേട്ടോ. 7 ആയി പോയപ്പം. എന്നിട്ട് രാത്രിയില്ല, പിന്നെ എനിക്കതുകൊണ്ട് എല്ലാം ലേറ്റായി പോയായിരുന്നു. അവൻ്റെ പുറകെ നിൽക്കണ്ടേ, അപ്പം ചെയ്യാതെടുത്തുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ എന്നാലും വന്ന് ചെയ്ത് വർക്ക് തന്നിട്ട് പോയി കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാനായിട്ട് ഇരുട്ടുമായിപ്പോയി. പിന്നെ ധൃതിയും അതിൻ്റെ ഇടയ്ക്ക് അവൻ ചോദിക്കുന്ന സാധനങ്ങൾ എടുത്ത് കൊടുക്കാൻ പോവാ, വീഡിയോ എടുക്കാൻ പോവാ. അതുകൊണ്ട് വിട്ടുപോയി വീഡിയോ എടുക്കുന്നത്. അതാ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ചോട്ടുവേ എൻ്റെ തേന തീർന്നു. ചേട്ടായിട്ട് വിളിച്ച് പറയണം. ഇന്നലെ ശ്രീകുട്ടൻ വന്ന് നമ്മുടെ കോഴീനെയൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി സെറ്റാക്കി തന്നുണ്ടോ. ചേച്ചി വിറക് കീറണം. ഞാൻ തപ്പാപ്പനാന്ന്. അല്ല, ശ്രീകുട്ടൻ ഉണ്ടാക്കിത്തത്. ഇന്നലെ സന്ധ്യ ആയില്ലായിരുന്നോ? നല്ലതായില്ലേ? താഴേന്നും കൂടെ ചേച്ചിയുടെ കമ്പുമൊക്കെ എടുത്തോണ്ട് വന്നാൽ ശരിയാക്കി കേട്ടോ. കമ്പില്ലായിരുന്നു, നമുക്ക് വിറയില്ലായിരുന്നു. അപ്പം താഴെ ചേച്ചിയുടെ കമ്പുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റാക്കി റെഡിയാക്കി. പക്ഷേ ഉണ്ടല്ലോ, തീറ്റ മൊത്തം കൊത്തി താഴെ ഇടുക ഉണ്ടോ. അതിനകത്ത് ഇട്ട് കൊടുത്ത ഫുള്ള് തീറ്റ കൊത്തി ശരിയാക്കി നശിപ്പിച്ച്. ആ വേസ്റ്റ് ബോർഡൊക്കെ നീ കൊത്തി നിരത്തി പറിച്ചിട്ടോ. ഇവനാണെ പൂവനാ, എന്നിട്ട് കൈ കൊണ്ടിരുമ്പോഴേ കൊത്താന്നേ. ഒരെണ്ണം പെടാ ഒരെണ്ണം പൂവനുമാണെന്ന് എനിക്ക് തോന്നി. ഇത് പൂവനാന്നാ ശ്രീകുട്ടൻ പറഞ്ഞത്. ഭയങ്കര കൊത്താ. രാവിലെ ചോറ് വെച്ച് കൊടുത്തൊക്കെ തിന്നെന്ന് തോന്നി കേട്ടോ. ഞാനേ രാവിലെ 5-6 ചോറ് മീതി വേസ്റ്റ് ഇരുന്ന് കൊടുത്തേ, അത് തിന്നിട്ടുണ്ട്. മുറ്റിപ്പോകുന്ന പറഞ്ഞേ. അല്ല, ഇച്ചിരി ഉള്ളായിരുന്നു. മറ്റേ സാധനം മൊത്തം തീറ്റിട്ട് കൊടുക്കുന്ന മൊത്തം കളയുവന്നേ. പാവൻ ചേച്ചി വിറക് കീർച്ചയാട്ടോ. വിറകെന്ന് പറയുന്ന സാധനം ഒരിച്ചിരി പാടാ അല്ലേ. രഞ്ജിത്തിൻ്റെ വണ്ടിയൊക്കെ കിടക്കുന്ന കണ്ടോ. ഉണ്ടോ പോന്നെ. ആണോ? പക്ഷെ എല്ലാം ചെതുക്കിച്ചല്ലേ? അതെല്ലാം ചെതുക്കിച്ചില്ലേ? കീറും തോന്നുന്നത്. അതിനെന്ന് കുശിത്തു. അതാ നല്ലതാ. കല്യാണി എന്തി? ആണോ? പനിയാണോ? ആണോ? അയ്യോ, അനശ്വര വരാത്തതുകൊണ്ട് ഒരു സുഖമില്ല. 70,000 സബ്സ്ക്രൈബേഴ്സായി. ഒരു കേക്ക് മേടിക്കുകയോ മുറിക്കുകയോ ആഘോഷിക്കുകയോ എന്നെ ചെയ്യണേ. അനുസരിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങാത്ത. ഒന്നാമത്തെ കാര്യം ഞാൻ തിന്നിയല്ല. ആഘോഷിക്കുന്നു പറഞ്ഞു. പക്ഷെ അവളൊന്നും ഇല്ലല്ലോ. വരുമോ? എവിടുത്തെ? യെസ്, ശാഖല. വരുമായിരിക്കും. ഞാൻ ചേച്ചിയോട് വർത്താനം വന്ന് 2 പേരും വന്ന് ശ്രദ്ധിച്ച് കേട്ടോണ്ട് നിൽക്കുന്നത്. ക്യാമറയ്ക്ക് യൂസ് ചെയ്ത് തലേം വെച്ചോണ്ട് നിൽക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഷീറ്റൊക്കെ വെച്ച് സെറ്റാക്കി അവൻ വെച്ചിട്ട് പോയി. രാവിലെ നോക്കിയപ്പോൾ ഷീറ്റെല്ലാം മറിഞ്ഞ് പുറകെ കിടപ്പുണ്ട്. പിന്നെ രാവിലെ ചേട്ടായി എടുത്ത് വെച്ചതാ. അതിൻ്റെ പുറത്തല്ലേ കനമുള്ള ഒന്നും ഇല്ലെന്നേ. കട്ട എടുത്ത് വെച്ചു പോയി. കട്ടയെല്ലാം താഴെ കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ രാവിലെ തല്ലിപ്പറിച്ച് വന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഷീറ്റെല്ലാം മറിഞ്ഞ് കിടക്കുന്നു. ഞാൻ ഓടി വന്ന് നോക്കി. ഞാനോർത്ത് നല്ല കീരി പിടിച്ചോട്ട് പോയോ. അത് മതി. എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഫാൻ നോക്കിയിട്ട് ബാക്കി ഫുള്ള് എടുത്തു വെച്ച വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തു. അപ്പോഴാണ് വൈൻഡപ്പില്ല. അതൊക്കെയാണ് എൻ്റെ ഒരു കാര്യം കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എന്നാൽ പിന്നെ വൈൻഡപ്പ് അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. കൂട്ടത്തിലോ ആ വെൽബട്ടോട് ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ.
അപ്പം പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്ന എല്ലാവർക്കും ടാറ്റാ. അപ്പം നാളെ പോയി എല്ലാവരും ഓട്ടൊക്കെ ചെയ്യും കേട്ടോ.